ഇവിടെ ഹീറോന്റെ ഹസ്ബൻഡ് കാരണം ഒരേ സമയത്ത് ഹീറോയിനും അതുപോലെ അഫയർ ഉണ്ടായിരുന്ന പെണ്ണും പ്രഗ്നന്റ് ആവുകയാണ്. പക്ഷെ അവന്റെ അഫയർ നടത്തുന്ന ഹീറോയിനാണെങ്കിൽ ആ ദേഷ്യത്തിൽ അവനെ കൊന്നിട്ടുണ്ടാവും. അതേ സമയത്ത് ഇവളാണെങ്കിൽ അവനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പോയിട്ട് മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാണ്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് പോലീസുകാരനാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവളുടെ വീട്ടിലേക്ക് തന്നെ വരും. അതേ സമയത്ത് ഇവൾക്ക് അവന്റെ കൂടെയുള്ള ബന്ധം അഫയർ ആണെന്ന് അറിയാവുന്ന പോലീസുകാരനാണെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാണ്. പക്ഷെ അതിനാണെങ്കിൽ ഇവൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാരനാണെങ്കിൽ ഇവൾ ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്യാൻ നോക്കും. ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി നടക്കുന്ന അടിപിടിയിലാണെങ്കിൽ ഇവളുടെ കൈ ഉടനെ പോലീസിനെ കൊല്ലപ്പെടും. സോ ഇവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടോട്ടലി കൺഫ്യൂസ് ആവാണ്. പക്ഷെ ആ സമയത്തായിരിക്കും ഹീറോനെ കോൺടാക്ട് ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറയാ. എന്നിട്ട് ഇവളാണെങ്കിൽ ഹീറോന്റെ ഹസ്ബൻഡ് കാര്യം ഇവൾ പ്രഗ്നന്റ് ആയ കാര്യമല്ല ഹീറോനോട് പറയാണ്. ആ സമയം ഇവൾക്ക് വേറെ വഴി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവൾ ഹസ്ബൻഡിനെ കൊന്ന കാര്യം അവളോട് പറയും. പക്ഷെ ആ സമയം ഇവളാണെങ്കിൽ ചോക്കിയാൻ തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഹീറോനും വേഗം വെള്ളോടുക്കാനായിട്ട് ഫ്രിഡ്ജ് തുറക്കുകയാണ്. എന്നാൽ അതിനുള്ളിലായിരിക്കും ഇവളുടെ കൈകൊണ്ട് മരിച്ച പോലീസുകാരന്റെ ബോഡി ഉണ്ടാവുക. അങ്ങനെ ഇവളും ആ പോലീസുകാരോട് പറഞ്ഞ കഥയെല്ലാം ഹീറോനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു വിധത്തിൽ നോക്കിയാൽ ഇവർ രണ്ടാളുടെ വേണ്ടി തെറ്റുണ്ടാക്കും. അതുപോലെ ഹീറോന്റെ ഹസ്ബൻഡ് ഇവർ രണ്ടാളും തീറ്റിട്ടുണ്ടാകും. അങ്ങനെ അവസാനം ആ കുട്ടികൾക്ക് വേണ്ടി രണ്ടുപേരും ഒത്തുചേരും. എന്നിട്ട് പോലീസിന് ഒരു എവിഡൻസ് കിട്ടാത്ത രീതിയിൽ ഇവർ രണ്ടാളും ചേർന്ന രണ്ട് ബോഡിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിവെക്കും. എന്നിട്ട് അത് കുറച്ചായിട്ട് കുക്ക് ചെയ്ത് നായകൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. പ്രീവിയസ് പാർട്ടിലും ടൈറ്റിലും ചെക്ക് ചെയ്ത് നോക്കാൻ വീഡിയോ ലൈക്കും ചെയ്യുക.